ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ വലി അസാതീദിനാ വലി മുസന്നിഫി ഹാദൽ കിതാബി വലി ജമീഇൽ മുഅ്മിനീൻ. ഇപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നിസ്കാരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ആദ്യം വേണ്ടത് ഇഫ്തിതാഹിന്റെ ദുആയാണ്, പ്രാരംഭ പ്രാർത്ഥന. സുമ്മ യഖറഉ, പിന്നെ അവൻ ഓതണം. അൽ ഇസ്തിഫ്താഹ, ഇസ്തിഫ്താഹിനെ ഓതണം, ആ ദുആ ഓതണം. ഇസ്തിഫ്താഹിന്റെ ദുആയായി പലതും വാരിദായിട്ടുണ്ട്. വളരെ കുറഞ്ഞ പദങ്ങളുള്ള ചെറുതും വാരിദായിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി, അത്തരം ചെറിയത് ചൊല്ലിയാലും ഇഫ്തിതാഹിന്റെ ദുആ ഓതി എന്നായി. സുന്നത്തിനെതിര് ചെയ്തു എന്ന പ്രശ്നം വരില്ല. ഏറ്റവും നല്ലത് നമ്മൾ സാധാരണ ഓതാറുള്ള വജ്ജഹ്തു വജ്ഹിയ എന്ന് തുടങ്ങിയ ദുആയാണ്. അതാണ് കിതാബിൽ പറയുന്നത്. വഹുവ, അത് വജ്ജഹ്തു വജ്ഹിയ മുതൽക്കുള്ളതാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ആകാശഭൂമികൾ സൃഷ്ടിച്ച ആ അള്ളാഹുവിലേക്ക്, തമ്പുരാനിലേക്ക് ഞാൻ ഇതാ എന്നെ മുന്നിടിച്ചിരിക്കുന്നു, എൻ്റെ ദേഹത്തെ അല്ലെങ്കിൽ എൻ്റെ മുഖത്തെ മുന്നിടിച്ചിരിക്കുന്നു. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, തീർച്ചയായും എൻ്റെ നിസ്കാരവും എൻ്റെ മറ്റു ഇബാദത്തുകളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും എല്ലാം റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ്. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരുമില്ല, സ്രഷ്ടാവ് അവൻ മാത്രമാണ്. വബിദാലിക ഉമിർതു, ഈ ഒരു വിശ്വാസം കാര്യങ്ങളാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ഇതനുസരിച്ച് ജീവിക്കാനാണ്. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ അവന് വഴിപ്പെടുന്ന മുസ്ലിങ്ങളിൽപ്പെട്ടവരുമാണ്. ഒരു പ്രതിജ്ഞാ സ്വഭാവത്തിലുള്ള ദുആയാണിത്. റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി ശാന്തനായി നിന്ന് നടത്തുന്ന ഒരു പ്രതിജ്ഞ. വയുന്തബു, സുന്നത്താക്കപ്പെടും. ദാലിക, ഈ ദുആ നടത്തൽ, ലികുല്ലി മുസല്ലിൻ, നിസ്കരിക്കുന്ന എല്ലാവർക്കും, മുഫ്തരിലിൻ, അത് ഫർദ് നിസ്കരിക്കുന്ന, വ മുതനഫിലിൻ, സുന്നത്ത് നിസ്കരിക്കുന്ന, വ ഖായിദിൻ, ഇരുന്ന് നിസ്കരിക്കുന്ന, വ സ്വബിയ്യിൻ, കുട്ടി, വമ്രഅത്തിൻ, സ്ത്രീ, വ മുസാഫിരിൻ, യാത്രക്കാരൻ, ഇങ്ങനെയുള്ള ഇവരൊക്കെ നടത്തുന്ന നിസ്കാരങ്ങളിലെല്ലാം ഇത് സുന്നത്ത് തന്നെയാണ്. അപ്പൊ തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 റക്അത്ത് നിസ്കരിച്ചു, അതിലും സുന്നത്താണ്. സലാം വീട്ടി വീണ്ടും 2 റക്അത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അവിടെയും ഈ വജ്ജഹത്തു സുന്നത്തുണ്ട്. അപ്പോ ദീർഘിക്കുന്ന കാരണത്താൽ ഒരു പ്രയാസം തോന്നി ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ആ ചെറിയ ഏതെങ്കിലും ഒരു ഇഫ്തിതാഹിന്റെ ദുആയെങ്കിലും ദുആയിരുന്നാൽ മതി, പറ്റേ ഒഴിവാക്കരുത്. ലാഫി ജനാസത്തിൻ, ജനാസ നിസ്കാരത്തില് സുന്നത്തില്ല. അത് നിസ്കാരത്തിൽ പ്രവേശിച്ച ഉടനെ തന്നെ ഫാത്തിഹ ഓതിയാൽ മതി. വലൗ തറക്കഹു, ഈ ദുആ ഒരാൾ ഉപേക്ഷിച്ചാൽ, അംദൻ, മനഃപൂർവമോ ഔ സഹ്വൻ, അല്ലെങ്കിൽ മറന്നോ ഉപേക്ഷിച്ചാൽ, അങ്ങനെ അവൻ ആരംഭിച്ചു ഫി തഅവ്വുദി, അഊദു ഓതുന്നതിൽ ആരംഭിച്ചു, ഫാത്തിഹ ഓതാൻ വേണ്ടി. ലം യഉദ്, അവൻ മടങ്ങേണ്ടതില്ല, ഇലൈഹി, ഇതിലേക്ക് അവൻ മടങ്ങരുത്. ആ ചാൻസ് കഴിഞ്ഞു, ഇനി ഫാത്തിഹ ഓതുക. വലൗ അഹ്റമ, ഒരാൾ ഇഹ്റാം ചൊല്ലി, ഫഅമ്മനൽ ഇമാമു, അപ്പൊ ഇമാം ആമീൻ പറഞ്ഞു, ഓൻ തക്ബീറും ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ കയ്യെട്ടുന്ന ആ സമയത്താണ് ഇമാമ്
ആമീൻ ചൊല്ലുന്നത് വലല്ലാലീൻ കഴിഞ്ഞ്. ഇമാമ് ആമീൻ പറയുമ്പോഴൊക്കെ ഈ മഅ്മൂമിനും അവിടെ കൂടെ ഒപ്പം ആമീൻ പറയൽ സുന്നത്തുണ്ട്. അങ്ങനെ അമ്മനൽ ഇമാമ് ആമീൻ പറഞ്ഞാൽ അഖീബഹു ഇവൻ നിസ്കാരത്തിൽ പ്രവേശിച്ച ഉടനെ തന്നെ അപ്പൊ അമ്മന മഅഹു ഇമാമിന്റെ കൂടെ ഈ മഅ്മൂമും ആമീൻ പറയാം. അതുകൊണ്ട് വജ്ജഹത്ത് ഓതേണ്ട ഇഫ്തിതാഹിന്റെ ദുആ നടത്തേണ്ട ചാൻസ് നഷ്ടപ്പെടൂല. സുമ്മസ്തഫ്തഹ പിന്നെ അവന് ഇസ്തിഫ്താഹിന്റെ ദുആ ചെയ്യാം, നിർവഹിക്കാം. ഇനി ഇമാം അത്തഹിയാത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ ചെന്ന് തുടരുന്നത്. അപ്പൊ വലു അഹ്റമ ഒരാൾ ഇഹ്റാം ചെയ്തു. അങ്ങനെ ഫസല്ലമൽ ഇമാമു അപ്പൊ തന്നെ ഇമാമു സലാം വീട്ടി. ഖബല ഖുഊദിഹി ഈ നിസ്കാരത്തിൽ ഇപ്പോൾ പ്രവേശിച്ച ഈ മഅ്മൂമ് ഇരിക്കും മുമ്പ്. എന്നാൽ ഇരുന്നിട്ടില്ല, തക്ബീർ ചൊല്ലിയിട്ടേ ഉള്ളൂ, കെട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇമാമു സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇനി അവൻ ഇരുത്തത്തിലേക്ക് പോവേണ്ട ആവശ്യമില്ല, മസ്ബൂക്കാണല്ലോ, ഇമാമു സലാം വീട്ടിയിട്ടുമുണ്ട്. ആ അവസ്ഥയിൽ ഇസ്തഫ്തഹ ഈ മഅ്മൂമ് ഇഫ്തിതാഹിന്റെ ദുആ കൊണ്ട് ഫാത്തിഹ ഓത. അതേസമയം ഇമാമിന്റെ കൂടെ ഇവനും ഖഅദ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇരുന്ന ഉടനെയാണ് ഇമാമു ഫസല്ലമ സലാം വീട്ടിയത്. അങ്ങനെ ഇവൻ മസ്ബൂക്ക് ആയതുകൊണ്ട് എണീറ്റു. ആ ഒരു അവസ്ഥയിലാണെങ്കിൽ അങ്ങനെ ഫഖാമ അവൻ എണീറ്റു ഫല എന്നാൽ ഇഫ്തിതാഹിന്റെ ദുആ അവൻ ഓതേണ്ടതും ഇല്ല. ഇനി ഇമാമിനെ ചെന്ന് തുടരുന്ന സമയത്ത് വലു അദറക ഒരാൾ എത്തിച്ചു അൽ ഇമാമ ഇമാമിനെ ഖായിമൻ നിൽക്കുന്ന അവസ്ഥയിൽ എത്തിച്ചു. വ അലിമ അവനറിയാം ഇംകാനഹു ഈ ദുആ ഓതാൻ സാധിക്കുമെന്ന്, ഇഫ്തിതാഹിന്റെ ദുആ ഓതാൻ സാധിക്കും. മഅ തഅവ്വുദി അഊദു ഓതിക്കൊണ്ട് വൽ ഫാത്തിഹത്തി ഫാത്തിഹക്ക് ഓതിക്കൊണ്ട് ആ ഇമാമിന്റെ കൂടെ എത്തിച്ചേരാൻ അവന് ലുഹൂക്ക് സാധിക്കും എന്ന് അവന് അറിഞ്ഞാൽ മനസ്സിലാക്കിയാൽ അതാ അവൻ കൊണ്ടുവരണം ബിഹി ആ ഇഫ്തിതാഹിന്റെ ദുആനെ കൊണ്ടുവരണം. അപ്പൊ ചെന്ന് നിസ്കാരത്തിൽ പ്രവേശിച്ചേക്കിന് മഅ്മൂമാകുമ്പോ എല്ലാ ഘട്ടത്തിലും ഇഫ്തിതാഹിന്റെ ദുആ ദ്വാരക്കേണ്ടതില്ല. ഇമാമിന്റെ കൂടെ ഇമാമ് റുകൂക്ക് പോകും മുമ്പ് ഫാത്തിഹ ഓതാനൊക്കെ സമയം കിട്ടും ഈ വജ്ജഹത്ത് ഓതിയാലും എങ്കിൽ മാത്രം വജ്ജഹത്ത് ഓതിയാൽ മതി. അല്ലെങ്കിൽ വജ്ജഹത്ത് ഓതണ്ട, അഊദ് ഓതണ്ട, നേരെ ബിസ്മിൻ ചൊല്ലിയിട്ട് കിട്ടിയ സമയം ഫാത്തിഹ ഓതുകയാണ് വേണ്ടത്. അതാ ഫഇൻ ശക്ക ഇനി അവൻ സംശയിച്ചാൽ ലം യസ്തഫ്തിഹ് ഇഫ്തിതാഹിന്റെ ദുആ ഓതണ്ട, വലം യതഅവ്വദ് അഊദും ഓതണ്ട, ബൽ യശ്റഉ എങ്കിലും അവൻ പ്രവേശിക്കണം ഫിൽ ഫാത്തിഹത്തി ഫാത്തിഹയിൽ ആരംഭിക്കണം. ഫാത്തിഹ ഓതലാണ് അവന്റെ കടമ ഇമാമു റുകൂക്ക് പോകാൻ അടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഫാത്തിഹ മുഴുവനായി ഓതാനുള്ള സമയം കിട്ടിയാൽ അവൻ മുവാഫിഖാണ്, ഇമാമിന്റെ കൂടെ തുടർന്നവനാണ്. അതല്ല ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയം അവന് കിട്ടിയിട്ടില്ലെങ്കിൽ, ഇമാമു റുകൂയിലേക്ക് പോകും മുമ്പ് ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയം അവന് ലഭ്യമല്ലെങ്കിൽ അവൻ മസ്ബൂഖ, മുവാഫിഖല്ല. അപ്പൊ തീരെ ഫാത്തിഹ ഓതാനുള്ള സമയം കിട്ടിയില്ല, ഇവൻ തക്ബീർ ഇട്ടപ്പോൾ തന്നെ ഇമാമു റുകൂയിൽ എത്തിയിട്ടുണ്ട്, എന്നാൽ അവൻ നേരെ റുകൂയിലേക്ക് പോയാൽ മതി. അല്ല ഫാത്തിഹ ഓതാൻ കുറഞ്ഞ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും സമയം എത്ര ഓതി എത്തുമോ അതവൻ ഓതണം, അതിലവൻ വീഴ്ച വരുത്തരുത്, അതില് അവൻ വേഗം പ്രവേശിക്കണം. ഫഇൻ റകഅൽ ഇമാമു അപ്പോൾ ഇമാമു റുക്കൂ ചെയ്താൽ ഖബല അൻ യുതിമ്മ അവൻ പൂർത്തിയാക്കും മുമ്പ്, ഫാത്തിഹ പൂർത്തിയാക്കും മുമ്പ്, ഒരു മാലിക് യൗമിദ്ദീൻ മസലൻ അവിടെ എത്തിയപ്പോൾ ഇമാമു റുക്കൂയിലേക്ക് പോയാൽ റകഅ ഈ മഅ്മൂം റുക്കൂയിലേക്ക് പോകണം മഅഹു ഇമാമിന്റെ കൂടെ. ഇല്ലം യകുൻ അവനായിട്ടില്ലെങ്കിൽ ഇസ്തഫ്തഹ ഈ ഇഫ്തിതാഹിന്റെ ദുആ ഓതിയവനായിട്ടില്ലെങ്കിൽ വലാ തഅവ്വദ അഊദും ഓതിയിട്ടില്ലെങ്കിൽ, വജ്ജഹത്ത് ഓതിയിട്ടില്ല, അഊദ് ഓതിയിട്ടില്ല, നേരെ ബിസ്മിൻ ചൊല്ലി ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചവനാണെങ്കിൽ അവന്റെ അടുത്തൊരു വീഴ്ചയില്ല, ഒരു കുറവുമില്ല, ഉള്ള സമയമൊക്കെ അവൻ ഉപയോഗപ്പെടുത്തി ഫർളായ ഫാത്തിഹ ഓതിയിട്ടുമുണ്ട്, എന്നാ അത്രയും മതി, അവൻ ഇമാമിന്റെ കൂടെ റുക്കൂയിലേക്ക് പോവാം. ഇല്ല അങ്ങനെയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലേക്ക് തക്ബീർ കെട്ടി ഓഫലത്ത്
ഒരു ഫാത്തിഹ ഓതാൻ പിന്നെ വേഗം തുടങ്ങേണ്ട സമയം ഓൻ വജ്ജഹത്ത് ഓതാനും അവിടെ അഊദ് ഓതാനും നിന്നാൽ ഇമാമ് റുക്കോയിലേക്കാണ് പോകുമ്പോൾ പെട്ടെന്ന് പോവാൻ പറ്റൂല. എത്ര കണ്ട് ഓൻ സുന്നത്ത് ഏറ്റവും ശുഗലായോ അത്ര കണ്ട് ഫാത്തിഹ ഓതാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ ഫാത്തിഹ എവിടെ എത്തുമോ അതുവരെ ഓതണം. അതാണ് വൈല്ല. അങ്ങനെ അല്ലെങ്കിൽ അവൻ ഓതണം ബി ഖദ്രി മാ ഒന്നിന്റെ ഖദർ കണ്ട്, ഇസ്തഗല അവൻ ശുഗലായി ബിഹി അതുകൊണ്ട്. അതെന്ന് പറഞ്ഞാൽ ആ വജ്ജഹത്തും ആ അഊദും എത്ര കണ്ട് അതിനു വേണ്ടി ഓൻ സമയം ചെലവഴിച്ചോ ആ സമയത്ത് അത്ര കണ്ട് അവൻ ഓതണം ബി ഖദ്രി മാ ഒന്നിന്റെ ഖദർ കണ്ട്, ഇസ്തഗല അവൻ ശുഗലായി ബിഹിയ ഒന്നുകൊണ്ട് അവൻ വജ്ജഹത്ത് ഓതാനും അതുപോലെ ദുആഉൽ ഇഫ്തിതാഹ് ഓതാനൊക്കെ നിന്നല്ലോ. അത് എത്ര ഉണ്ടോ അത്ര കണ്ട് ഫാത്തിഹ അവൻ ബാക്കി ഓതിയിട്ടേ റുക്കോയിലേക്ക് പോകാവൂ. ഇമാമ് റുക്കോയിലേക്ക് പോയി എന്നും പറഞ്ഞ് ഓണം പെട്ടെന്ന് റുക്കോയിലേക്ക് പോയാലോ ഫഇൻ റകഅബൻ റുക്കൂ ചെയ്താൽ വലം യഖറ അവൻ ഓതിയില്ല ബി ഖദ്രിഹി ആ സുന്നത്ത് കൊണ്ട് ശൂലായതിന്റെ ഖദർ കണ്ട് ഫാത്തിഹ ഓതാതെ ഇമാമ് റുക്കോയിലേക്ക് പോയപ്പോ ഓനാണ് പോയാൽ ബതലത് സ്വലാത്തുഹു നിസ്കാരം ബാത്തിലാകും. കാരണം ഓതേണ്ട അത്രയും ഭാഗം അവൻ ഓതിയിട്ടില്ല. അവൻ മുവാഫിഖാണോ മസ്ബൂഖാണോ എന്നാ, ഇമാമിനോട് യോജിച്ചു തുടർന്നവനാണോ അല്ല പിന്തി തുടർന്നവനാണോ. അതിന്റെ മാനദണ്ഡം ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയം ലഭിച്ചിട്ടുണ്ടോ എന്നാ മുവാഫിഖ, ഇല്ലേ മസ്ബൂഖ. മസ്ബൂഖ് ആകുമ്പോൾ ഇമാമിന്റെ കൂടെ റുക്കോയിൽ എത്തിച്ചേരണം. ഖിയാമ് കിട്ടിയത് കൊണ്ട് മാത്രമായില്ല. ഒരാള് ഇമാമിനേറ്റ് തുടർന്നു, ഇമാമ് ഖിയാമില, ഇമാം അത് കഴിഞ്ഞ് റുക്കോയിലേക്ക് പോയി. അവിടെ ആ ഖിയാമിൽ തന്നെ ഇങ്ങനെ നിന്നു, കുറെ നേരം നിന്നു. അങ്ങനെ ഇമാമ് റുക്കോയിൽ നിന്ന് ഉയർന്നതിന് ശേഷമാണ് ഇവൻ റുക്കോയിലേക്ക് പോകുന്നത്. ഇപ്പൊ ഇവൻ ഫാത്തിഹ ഓതാൻ വേണ്ട സമയം ലഭിക്കാത്തവൻ എന്ന നിലക്ക് മസ്ബൂഖ. റുക്കോയിൽ ഇമാമിന്റെ കൂടെ എത്തിച്ചേർന്നിട്ടില്ല. മസ്ബൂഖ് ആവുമ്പോൾ ഇമാമിന്റെ കൂടെ റുക്കോ കിട്ടിയിരിക്കണം, അത് കിട്ടിയിട്ടില്ല. റുക്കോയിന്റെ മുമ്പുള്ള ഖിയാമെന്ന് അല്പം കിട്ടി എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് മാത്രമായില്ല ഇമാമിന്റെ കൂടെ റുക്കോയിൽ അവൻ എത്തിച്ചേർന്നില്ല എന്ന കാരണത്താൽ ആ റക്അത്ത് അവന് കിട്ടില്ല, ലഭിക്കില്ല. പിന്നെ മസ്അലകളാണ്, ഖിലാഫുകൾ ഉണ്ടാവും, അതൊക്കെ വേറെ കാര്യം. മസ്അല ഇങ്ങനെയാണ്, ഇനി അവൻ ഓതിയാൽ ഹൈസു ഖുൽന നാം പറഞ്ഞപ്പോൾ ഇർക്കാവു റുക്കൂ ചെയ്യാണ് വേണ്ടത് എന്ന് പറഞ്ഞല്ലോ. ഓ റുക്കോയിലേക്ക് പോവാതെ അവിടെ ഓതി നിന്നാൽ അങ്ങനെ ഫതഖല്ലഫ അവൻ പിന്തി റുക്കോയിൽ ഇമാമിന്റെ കൂടെ എത്തിയില്ല. ബിലാ ഉസ്രിൻ പ്രത്യേകിച്ച് വല്ല ഉസ്റുണ്ടോ? ഉസ്റൊന്നും ഇല്ല. എന്നാൽ ഫഇൻ റഫഅ അവിടെ അൽ ഇമാമു ഉയർന്നാൽ ഖബല റുക്കോയി ഇവൻ റുക്കോയിൽ എത്തും മുമ്പ് തന്നെ ഇമാമു ഉയരുകയും ചെയ്താൽ ഫാതത്തുഹു റക്അത്തു ആ റക്അത്ത് അവന് നഷ്ടപ്പെട്ടു പോകും. കാരണം മസ്ബൂഖായിരിക്കെ ഇമാമിന്റെ കൂടെ റുക്കോയിൽ എത്തിച്ചേരാത്തവനാണ്. ഇനി വജ്ജഹത്ത് ഓതിയതിന് ശേഷം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇഫ്തിതാഹിന്റെ ദുആ നടത്തിയതിന് ശേഷം വയുന്തബു സുന്നത്താക്കപ്പെടും ബാദഹു അതിനുശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം റജീമായ ശൈത്താനിൽ നിന്നും അല്ലാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറഞ്ഞ് ഫാത്തിഹയിൽ ആരംഭിക്കുക. റജീം ആട്ടിയോടിക്കപ്പെട്ടവൻ, റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരത്താക്കപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥം പറയാം. വയതഅവ്വദു ഈ അഊദു അവൻ ഓതണം ഫീ കുല്ലി റക്അത്തിൻ എല്ലാ റക്അത്തിലും ഖുർആൻ പാരായണം ആരംഭിക്കുമ്പോൾ ചെയ്യാനുള്ളതാണ് അഊദു. അത് ഒരു റക്അത്തിൽ ഖുർആൻ ആരംഭിക്കുന്നത് ഫാത്തിഹയിലാണ്. അപ്പൊ ഫാത്തിഹയ്ക്ക് ഓതണം. തൊട്ട് ശേഷം സൂറത്ത് ഓതുമ്പോ പിന്നെ അഊദു ഓതണ്ട, ബാക്കിയുള്ള കാര്യങ്ങൾ ബിസ്മി എന്താ ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. അടുത്ത റക്അത്തില് എന്നാലോ അവിടെയും ആദ്യത്തെ ഓത്തിന്റെ ബാക്കിയായിട്ടല്ല കണക്കൂട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ റുക്കുവും സുജൂദും പലതും ചെയ്തല്ലോ.
അപ്പോൾ ഓത്ത് ഖിറാത്ത് കഴിഞ്ഞ റക്അത്തിലെ ഖിറാത്ത് അവൻ ഖത്ഉ ചെയ്തു നിർത്തി. ഇനി വേറെ ഖിറാത്ത് രണ്ടാമത്തെ റക്അത്തിൽ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ റക്അത്തിലും ഫാത്തിഹ ആരംഭിക്കുമ്പോൾ അഊദു ഓതൽ സുന്നത്താണ് എന്നാ. വഫിൽ ഊല ഒന്നാമത്തെ റക്അത്തിൽ ആഖദു കൂടുതൽ ശക്തിയുള്ള സുന്നത്താണ്. സവാഉനിൽ ഇമാമു വൽ മഅ്മൂമു വൽ മുൻഫരിദു വൽ മുഫ്തരിദു വൽ മുതനഫിലു. ഈ പറഞ്ഞ ആളുകളൊക്കെ ഈ വിഷയത്തിൽ സമാണ്. ഫാത്തിഹ ഓതുമ്പോൾ അഊദു ഓതൽ സുന്നത്താ. ആർക്കൊക്കെ? ഇമാമ്, മഅ്മൂമ്, മുൻഫരിദ് ഒറ്റയ്ക്ക് സ്കരിക്കുന്ന ആള്, മുഫ്തരിദ് ഫർള് സ്കരിക്കുന്ന ആള്, മുതനഫിൽ സുന്നത്ത് സ്കരിക്കുന്ന ആള്, ഇവരൊക്കെ ഇതിൽ സമമാണ്. ഹത്തൽ ജനാസത്തി ജനാസസ്കാരം വരെ. ജനാസസ്കാരത്തിന് വജ്ജത്ത് ഓതൽ സുന്നത്തില്ല, പക്ഷെ അഊദു ഓതൽ സുന്നത്തുണ്ട്. ഫാത്തിഹ ജഹറാക്കി ശബ്ദമുയർത്തി ഓതേണ്ട സ്ഥലങ്ങളുണ്ടാവും സുന്നത്തുള്ളത്. എന്നാൽ പോലും അഊദു ഉറക്കയാക്കരുത്. വയുസിറു ബിഹി തഅവ്വുദിനെ സിറ് പതുക്കെയാക്കണം. ഫി സിർരിയത്തി മെല്ലെ ഓതി നിസ്കരിക്കേണ്ട നിസ്കാരങ്ങളിലും എന്ന് പറഞ്ഞാൽ ളുഹ്ർ, അസ്ർ ഇതൊക്കെ. വൽ ജഹ്രിയത്തി ജഹ്റാക്കെ സുന്നത്തുള്ള നിസ്കാരങ്ങൾ മഗ്രിബ്, ഇശാ, സുബ്ഹി അവിടെയാണെങ്കിലും സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ ഇതേ നിയമം തന്നെ. അഊദു മെല്ലെ ഓതാ. ബിസ്മി എങ്ങനെയാണ് ഓതേണ്ടത്? അത് ഉറക്കെ ഓതലാണ് നമ്മൾ ഷാഫി മദ്ഹബിൽ സുന്നത്ത്. കാരണം നമ്മൾക്ക് ബിസ്മി ഫാത്തിഹയുടെ ഭാഗമാണ്. ബിസ്മിയും ഇതുപോലെ അഊദു പോലെ ഒരു സുന്നത്തായ ദിക്റാണ് എന്ന നിലപാടുള്ള മദ്ഹബുകളുണ്ട്. അവർ ബിസ്മിയും മെല്ലെയാണ് ഓതുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതൽക്കേ അവർ ശബ്ദം ഉയർത്താറുള്ളൂ. ഇമാമുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. സുമ്മ യഖറഉൽ ഫാത്തിഹത പിന്നെ അവൻ ഫാത്തിഹ ഓതണം. ഫീ കുല്ലി റക്അത്തിൻ എല്ലാ റക്അത്തിലും. അവിടെയും തന്നെ സവാഉൻ സമമാണ്. അൽ ഇമാമു വൽ മഅ്മൂമു വൽ മുൻഫരിദു. ഇമാമും മഅ്മൂമും മുൻഫരിദും എല്ലാവരും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഇമാമിന്റെ ഖിറാത്ത് കേട്ടാൽ ഇവൻ ഫാത്തിഹ ഓതണ്ട എന്നുള്ള മദ്ഹബുകാരൊക്കെ ഉണ്ട്. പക്ഷെ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഫാത്തിഹ ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ മസ്ബൂക്കിന്റെ അവസ്ഥ അത് വേറുണ്ട്. വൽ ബസ്മലത്തു ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലല് ആയത്തുൻ അത് മിൻഹ ഫാത്തിഹയിൽപ്പെട്ട ഒരു ആയത്താണ്. വമിൻ കുല്ലി സൂറത്തിൻ എല്ലാ സൂറത്തിലും ഫാത്തിഹന്റെ മാത്രമല്ല പിന്നുള്ള ബിസ്മി അത് കഴിഞ്ഞാലുള്ള ബിസ്മി അൽ ബഖറ സൂറത്തിന്റെ ഭാഗമാണ്. അത് കഴിഞ്ഞാലുള്ള ബിസ്മി ആൽ ഇംറാൻ സൂറത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ ഓരോ സൂറത്തിന്റെയും തുടക്കത്തിലുള്ള ബിസ്മികൾ അതാത് സൂറത്തിലെ ഒരു ആയത്താണ്, അല്ലെങ്കിൽ ഒരു ആയത്തിന്റെ ഭാഗമാണ്. അവിടെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആയത്തുകൾ വിഭജിക്കുന്നിടത്ത് ഉണ്ട്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഫാത്തിഹ സൂറത്തിന്റെ ഖുർആന്റെ ഭാഗമാണ് എന്ന് വെക്കുമ്പോൾ തന്നെ ആയത്ത് പൂർത്തിയാകുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഒന്നായിട്ട് കൂടിയിട്ട് ഒരായത്ത് അങ്ങനെ പറയുന്നവരുണ്ട്. ഗൈരി ബറാഅത്തിൻ ബറാഅത്ത് സൂറത്ത് ഒഴിച്ച് ആ ബറാഅത്തും തുടങ്ങുന്ന ആ സൂറത്ത് ഒഴിച്ച് സൂറത്ത് തൗബ ഇല്ല, അതിൽ തുടക്കത്തിൽ ബിസ്മില്ല. ഇനി വയജിബു നിർബന്ധമാകും തർത്തീബുഹ ഫാത്തിഹ തർത്തീബ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കണം അർ റഹ്മാൻ റഹീം, അത് കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കണം മാലിക് യൗമിദ്ദീൻ. ഓരോ ആയത്തും ആ തർത്തീബ് വഴിക്ക് വഴി പാലിക്കണം. വ തവാലിഹ അതിനെ മുവാലാത്ത് തുടരെ കൊണ്ടുവരലും വേണം, നിർബന്ധമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതി അതിൻ്റെ ഇടയിൽ വേറെ കുറെ നീണ്ട് വെറുതെ നിന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ അന്യ ദിക്റുകൾ കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതിൻ്റെ ഇടയിൽ മറ്റൊന്ന് കൊണ്ടുവരുന്നത് കൊണ്ട് ഇടർച്ച വരും, ആ മുവാലാത്ത് മുറിയും. വിശദമായി ഇവിടെ പറയുന്നു. ഫഇൻ സക്കത്ത ഒരാൾ മിണ്ടാതിരുന്നാൽ ഫീഹ ആ ഫാത്തിഹക്കിടയിൽ അംദൻ മനഃപൂർവം. ഹംദൻ അംദൻ എന്നതിന്റെ തർക്കീബ് മഫ്ഊൽ മുത്തലഖിന്റെ സിഫത്താക്കാം. സുകൂത്തൻ അംദൻ എന്ന് സങ്കല്പിക്കാം. അപ്പൊ കളയപ്പെട്ട മഫ്ഊൽ മുത്തലഖാകുന്ന സുകൂത്തിന്റെ സിഫത്താണ് അംദൻ. അല്ലെങ്കിൽ ഇസ്മു ഫാഇലിന്റെ അർത്ഥം കൊടുത്ത് ഹാലാക്കാം. മനഃപൂർവം, അവൻ തന്നെ മനഃപൂർവം ചെയ്യുന്നവനായ സ്ഥിതിയിൽ. സുക്കൂത്തായി എന്ന് മാത്രമല്ല തോല അത് ഉർഫ് അനുസരിച്ച് നീളുകയും ചെയ്തു, കുറെ നേരം മിണ്ടാതിരുന്നു.
ഔ ഖസുറ അല്ലെങ്കിൽ കുറഞ്ഞ നേരെ സുക്കൂത്തായിട്ടുള്ളൂ, പക്ഷേ ഖസദ അവൻ ഉദ്ദേശിച്ചു ഖത്അൽ ഖിറാഅത്ത് ഖിറാഅത്ത് മുറിക്കലിനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതി ഇനിയിപ്പോ നിർത്തഞ്ഞ അയച്ച് വേറെ ഓതാ എന്ന് കരുതിക്കൊണ്ടാണ് നിർത്തിയതെങ്കിൽ, സുക്കൂത്തായതെങ്കിൽ, അത് കുറച്ചാണെങ്കിൽ പോലും. മുബാലാത്ത് മുറിയുന്ന വ്യത്യസ്ത രൂപങ്ങളാണ് പറയുന്നത്. ഔ ഹല്ലലഹ അല്ലെ ഫാത്തിഹയുടെ ഇടയിൽ കൊണ്ടുവന്നു ബിദിക്രിൻ വേറെ വല്ല ദിക്റും, ഔ ഖിറാഅത്തിൻ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഖിറാഅത്ത്, മിൻ ഗൈരിഹ ഫാത്തിഹ അല്ലാത്തതിലുള്ള ഏതെങ്കിലും മറ്റുള്ള വല്ല ദിക്ർ ഖിറാഅത്ത് ഓതി ഫാത്തിഹന്റെ അടിയിൽ. ആ കൊണ്ടുവന്ന ദിക്റും ഖിറാഅത്തൊക്കെ മിമ്മ ഒന്നിനാൽ, ലൈസ അതല്ല, മിൻ മസ്ലഹത്തി സ്വലാത്തി നിസ്കാരത്തിന്റെ താല്പര്യത്തിൽപ്പെട്ടതല്ല, അങ്ങനത്തെ ഇതിൽപ്പെട്ട അങ്ങനെയുള്ള പുറമെ ഉള്ള ദിക്റും ഖിറാഅത്തുമാണ് ഫാത്തിഹന്റെ ഇടയിൽ കൊണ്ടുവന്നതെങ്കിൽ, ഇൻഖതഅത് ഖിറാഅതുഹു അവന്റെ ഓത്തു മുറിഞ്ഞു. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? വയസ്തനിഫു അവൻ തരക്കെന്ന് തുടങ്ങണം ഹാ ഫാത്തിഹയെ, ഫാത്തിഹ ഓത്തിനെ. അപ്പൊ ബിസ്മി മുതൽക്ക് ഫാത്തിഹ ഇനി ആദ്യം മുതൽ ഓതണം. ഇനി അവനാ കൊണ്ടുവന്നത് ഈ മസ്ലഹത്തി സ്വലാത്തി നിസ്കാരത്തിന്റെ വല്ല താല്പര്യങ്ങളും ഗുണപരമായ കാര്യങ്ങളാണെങ്കിലോ, കതഅമീനിഹി അവൻ ആമീൻ ചൊല്ലും പോലെ, ലിതഅമീനി ഇമാമിഹി അവന്റെ ഇമാം ആമീൻ ചൊല്ലിയ കാരണത്താൽ, ഇമാം ആമീൻ ചൊല്ലുന്നത് കേട്ടു, അപ്പൊ ഇവനപ്പോ ഫാത്തിഹ ആരംഭിച്ചിട്ടുണ്ട്, ആ ഫാത്തിഹന്റെ അടിയിലാണ് ഇമാം ആമീൻ ചൊല്ലുന്നത്, അപ്പൊ ഇമാമിന്റെ ഒപ്പം അവനും ആമീൻ ചൊല്ലുക എന്നൊരു സുന്നത്തുണ്ട്, അങ്ങനെ ആമീൻ ചൊല്ലിയതാണ്. ഔ ഫത്തിഹിഹി അല്ലെങ്കിൽ ഉണർത്തി കൊടുക്കുക, അലൈഹി ഇമാമിന്, ഇദാ ഗലിത യഗ്ലതു സമിഅ യസ്മഉ പോലെ, ഇമാമിന് പിഴവ് സംഭവിക്കുമ്പോ ഇമാമിന് ഓത്തിലുള്ള തെറ്റ് ഉണർത്തി കൊടുക്കും. അതൊക്കെ നിസ്കാരത്തിന്റെ താല്പര്യങ്ങളിൽപ്പെട്ടതാ. അവിടെ മറ്റൊന്ന് ശ്രദ്ധിക്കണം, ഞാൻ ഇമാമിന് ഉണർത്തി കൊടുക്കുന്നു എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം ഉണർത്തി കൊടുത്താൽ മറ്റൊരാൾക്ക് വിവരം കൊടുക്കുക എന്ന ഒരു കാര്യം അവൻ ചെയ്തു, നിസ്കാരം ബാത്തിലാകും. അവിടെ ഉണർത്തി കൊടുക്കുന്നത് ഖിറാഅത്താണെങ്കിൽ അതൊരു ഖിറാഅത്ത് എന്നും കൂടി പ്രത്യേകം കരുതിക്കൊണ്ടായിരിക്കണം ഉണർത്തി കൊടുക്കേണ്ടത്. ഔ സുജൂദിഹി അല്ലെങ്കിൽ അവന് സുജൂദ് ചെയ്യേണ്ടി വന്നു ഫാത്തിഹ ഓതുന്നതിന്റെ ഇടയിൽ, ലിതിലാവത്തിഹി ഇമാമിന്റെ ഖിറാഅത്ത്, ഇമാമ് തിലാവത്തിന്റെ സുജൂദുള്ള ഒരു ആയത്തോതി, അപ്പൊ ഇമാമ് ആ തിലാവത്തിന്റെ സുജൂദിലേക്ക് പോകുമ്പോൾ ഇമാമിന്റെ കൂടെ ഇവനും ഓതിക്കൊണ്ടിരിക്കുന്ന ഫാത്തിഹന്റെ അടിയിൽ വെച്ച് പോവേണ്ടി വന്നാൽ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ പോലോത്തത് പോലെയും. ഔ സക്കത്ത അല്ലെങ്കിൽ അവൻ മിണ്ടാതിരുന്നു, ഔ ദക്കറ അല്ലെങ്കിൽ അവൻ ദിക്ർ ചൊല്ലി, വല്ല ദിക്റും ചൊല്ലി, എന്തെങ്കിലും ഓതി, നാസിയൻ മറന്നുകൊണ്ടാണ്, നേരത്തെ പറഞ്ഞ പോലെ അംദൻ അല്ല, മനഃപൂർവം അല്ല. ഈ പറഞ്ഞ രൂപങ്ങളിലൊന്നും ലം തങ്കത്ത് ഖിറാഅത്ത് മുറിഞ്ഞു പോവില്ല, ബാക്കി ഓതിയാൽ മതി. വലൗ തറക്ക ഒരാൾ ഉപേക്ഷിച്ചാൽ മിൻഹ ഫാത്തിഹയിൽ നിന്നും ഹർഫൻ വല്ല ഹർഫും ഒഴിവാക്കി, ഔ തസ്ദീദത്തൻ അല്ലെങ്കിൽ വല്ല ശബ്ദ ഒഴിവാക്കി ഖഫീഫായിട്ടാണ് ഉച്ചരിച്ചു, ഔ അബ്ദല അല്ലെങ്കിൽ പകരമാക്കി ഹർഫൻ വല്ല ഹർഫിനെയും ബി ഹർഫിൻ മറ്റൊരു ഹർഫിന് പകരമാക്കി, എന്നാൽ ഒന്നും ലം തസിഹ ഖിറാഅത്ത് സ്വഹിയല്ല. അപ്പോ ആ ഫാത്തിഹ സ്വഹി അല്ലെങ്കിൽ പിന്നെ അവരുടെ നിസ്കാരവും സ്വഹി അല്ലാതെ വരും. അപ്പൊ അൽഹംദുലില്ലാഹി എന്ന് ഓതുന്നിടത്ത് അൽഹംദു എന്ന് ഹാ ഉച്ചരിച്ചാൽ നിസ്കാരം സ്വഹിയല്ല. മഗ്ലൂബ് വലദ്ദാലിൻ പോലോത്ത ലോദുകൾ ലോ എന്നതിലുള്ള ലോ ആവാൻ പാടില്ല. വേഗതയില് അർറഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ എന്ന് ഓതുമ്പോ അർറഹ്മാൻ റഹീം എന്ന് അവസാനിക്കുന്ന മീമു കൊണ്ട് തന്നെയാണ് മാലിക് തുടങ്ങുന്നത്. 2 മീമുണ്ട്. ആ 2 മീമുള്ളിടത്ത് ആകെ 2നും കൂടി കൂടിയിട്ട് ഒരായത്ത് അവസാനിക്കാനും മറ്റേ ആയത്ത് തുടങ്ങാനും കൂടി ഒറ്റ മീമ് മാത്രം ഉച്ചരിച്ചാൽ നിസ്കാരം സ്വഹി അല്ല. ഇങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്. ഇതാ കാല ഒരാൾ പറഞ്ഞാൽ വലദ്ദാലീൻ പറഞ്ഞാൽ ഫാത്തിഹ കഴിഞ്ഞാൽ കാല അവൻ ആമീൻ ആമീന ആമീൻ എന്ന് പറയണം. സിർറൻ അത് മെല്ലെ പറയണം. ഫിസിരിയത്തി സിറായിട്ട് ഓതേണ്ട അടുത്ത്
വ ജഹ്റൻ ശബ്ദത്തിൽ പറയാം, ഫിൽ ജഹരിയത്തി ശബ്ദത്തിൽ ഓതേണ്ട സ്ഥലത്ത് നിസ്കാരത്തില്. എന്നാൽ ഇമാമ് ആമീൻ പറയുമ്പോ മഅ്മൂമ് ആമീൻ പറയൽ സുന്നത്തുണ്ട്. അത് ഇമാമിന്റെ ഒപ്പം തന്നെ ആയിരിക്കുക, അതുപോലെ ഉറക്കെ ആക്കും ചെയ്യുക, ജഹർ ആക്കും ചെയ്യുക. വയുഅമ്മിനുൽ മഅ്മൂമു മഅ്മൂമ് ആമീൻ ചൊല്ലണം ജഹറൻ ശബ്ദമുയർത്തി, മുഖാരിനൻ ലിതഅ്മീനി ഇമാമിഹി തന്റെ ഇമാമിന്റെ ആമീൻ പറച്ചിലിനോട് യോജിച്ചുകൊണ്ട് ചേർന്നുകൊണ്ട് തന്നെ. ഫിൽ ജഹരിയത്തി ഉറക്കെ ഓതേണ്ട മഗ്രിബ് ഇശാ സുബ്ഹി പോലത്തെ നിസ്കാരങ്ങളിൽ, പെരുന്നാൾ നിസ്കാരം അതുപോലെ ജുമാ നിസ്കാരം അതൊക്കെ പെട്ടു. ഇമാമ് ആമീൻ പറയുന്ന സമയത്താണ് മലക്കുകൾ ആമീൻ പറയുന്നത്. മലക്കുകളുടെ ആമീൻ പറച്ചിലിനോട് ആരുടെ ആമീനാണോ യോജിച്ച് വരുന്നത് എങ്കിൽ അവന്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും ഹദീസുണ്ട്. അപ്പൊ മലക്കുകൾ ആമീൻ പറയുന്നത് ഇമാം ആമീൻ പറയുമ്പോഴായിരിക്കും. അപ്പൊ ഇമാം ആമീൻ പറയുമ്പോൾ തന്നെ മഅ്മൂമുകളും ആമീൻ പറയണം. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പൊതുവെ ഇപ്പൊ റുക്കൂക്ക് പോവാ, സുജൂദിലേക്ക് പോവുക, ആ ഇമാമിന്റെ ഒപ്പം അല്ല നമ്മൾ പോവേണ്ടത്. ഇമാമൻ പോവട്ടെ, നമ്മൾ ബാക്കിൽ പിന്നാലെ ചെന്നാൽ മതി. ഇമാമ് ഫാത്തിഹ ഓതട്ടെ, നമ്മൾ ബാക്കിൽ ഓതിയാൽ മതി. അപ്പൊ മഅ്മൂമ് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇമാമ് ഫാത്തിഹ ഓതി ആമീൻ പറയുന്നതെങ്കിൽ അപ്പൊ ഇടയിൽ വെച്ചിട്ട് ആമീൻ പറയാം. എന്നിട്ട് വയുഅമ്മിനു മഅ്മൂമ് ആമീൻ പറയണം സാനിയൻ രണ്ടാം തവണ ലി ഫറാഗി ഫാത്തിഹത്തി തന്റെ ഫാത്തിഹയിൽ നിന്ന് താൻ വിരമിച്ച ഇതിന് വേണ്ടി. അപ്പൊ നമ്മൾ ഫാത്തിഹ ഓതി തീരുമ്പോ അതിനുള്ള ആമീൻ പറയണമെന്ന് വേറെയും പറയണം. സുമ്മ ഇനി യുന്തബു സുന്നത്താക്കപ്പെടും ലി ഇമാമിൻ ഇമാമിനും വ മുൻഫരിദിൻ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്കും ഫിർ റക്അത്തിൽ ഊല ഒന്നാം റക്അത്തിലും വസാനിയത്തി രണ്ടാം റക്അത്തിലും ഫഖത്ത് അത്രമാത്രം 3ഉം 4ഉം റക്അത്തിൽ വേണ്ട. ബഅദൽ ഫാത്തിഹത്തി ഫാത്തിഹക്ക് ശേഷം ഖിറാഅത്ത് സൂറത്തിൻ ഒരു സൂറത്ത് ഓതുക. മിനിമം സുന്നത്ത് കിട്ടാൻ ഒരു ആയത്ത് ഏതെങ്കിലും ഒരു ആയത്ത് ഓതിയാലും മതി. അവിടെ ഒരു സൂറത്ത് കാമിലത്തിൻ പൂർണ്ണമായ സൂറത്ത് ഓതലാണ് കൂടുതൽ പുണ്യം. മഅ്മൂമ് ഇപ്പൊ ജഹരിയായ നിസ്കാരാണ്, ഇമാമ് ഓതുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് കേട്ടാൽ മതി. വയുന്തബു സുന്നത്താക്കപ്പെടും ലി സുബ്ഹിൻ സുബ്ഹി നിസ്കാരത്തിനും വളുഹുരിൻ ളുഹുർ നിസ്കാരത്തിനും തിവാലുൽ മുഫസ്സൽ ഓതൽ സുന്നത്താണ്. മുഫസ്സൽ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് ഫസ്സലുള്ള ഭാഗങ്ങൾ. അത് ഖുർആനിന്റെ അവസാന ഭാഗങ്ങളിലാണ്. ആദ്യം ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ അൽ ബഖറ ആൽ ഇംറാൻ മുതൽക്കുള്ള ഈ സൂറത്തുകളൊക്കെ വലിയ വലിയ സൂറത്തുകളാണ്. ഇടയ്ക്കിടയ്ക്ക് മുറിയുന്ന ഭാഗങ്ങൾ അവസാനങ്ങളിലാണ്. അത് ഈ മുഫസ്സൽ എവിടെ മുതലാണ് ആരംഭിക്കുന്നത്? പൊതുവെ പറഞ്ഞു വരുന്നത് ഹുജറാത്ത് മുതൽക്കാണ് അത് ആരംഭിക്കുന്നത് എന്നും ആ മുഫസ്സലിൽ തന്നെ തിവാല് ആരംഭിക്കുന്നത് എന്നും ആ മുഫസ്സലിൽ തന്നെ തിവാലും ഉണ്ട്, ഔസാത്തും ഉണ്ട്, ഖിസാറും ഉണ്ട്. ഹുജറാത്ത് സൂറത്ത് മുതൽ ബുറൂജ് വരെ തിവാലും, പിന്നെ ബുറൂജ് മുതൽ ബയ്യിന വരെ ഔസാത്തും, അത് മുതൽ അവസാനം വരെ ഖിസാറും, അങ്ങനെ പറഞ്ഞവരുണ്ട്. പിന്നെ പൊതുവെ പറഞ്ഞു വരുന്നത് ഹുജറാത്ത് മുതൽ നബ വരെയും എന്ന് പറഞ്ഞ അമ്മ, അത് മുതൽ വദ്ദുഹ വരെയും, അങ്ങനെ പിന്നെ വദ്ദുഹ മുതൽ അവസാനം വരെ ഖിസാറും, ഇങ്ങനെ മൂന്നാക്കി വേർതിരിക്കുന്നവരുണ്ട്. ഇബ്നു ഹജർ ഹൈതമി തങ്ങളൊക്കെ അതിനെ പറഞ്ഞ് ലൈഫാക്കിയിരിക്കുകയാണ്. തിവാലും ഔസാത്തും ഖിസാറും വേർതിരിയുന്നത് യഥാർത്ഥത്തിൽ ഇന്ന സൂറത്ത് മുതൽ ഇന്ന സൂറത്ത് വരെ എന്ന കണക്കല്ല പരിഗണിക്കേണ്ടത്, ഖദറാണ് പരിഗണിക്കേണ്ടത് എന്നാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങളൊക്കെ പറയുന്നത്. ഇപ്പൊ ചില ചെറിയ സൂറത്തുകൾക്ക് ശേഷം അതിലും വലിയ സൂറത്തുകൾ ഉണ്ടാവും. അതാ സൂറത്തുകളിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് ഈ വേർതിരിവ് വേണ്ടത്. ഇതാണ് പ്രബലം. ഏതെങ്കിലുമൊക്കെ ഫിഖ്ഹിന്റെ ഒരു ഇബാറത്തിന്റെ കഷ്ണം എടുത്തിട്ട്
അത് നാട്ടിൽ ഫിത്തന ഉണ്ടാക്കാൻ ഉപയോഗിക്കരുത് എന്ന് നമ്മുടെ ഉസ്താദുമാരൊക്കെ പൊതുവെ പറയാറുണ്ട്. അതും പറഞ്ഞ് വല്ലുഹാന്റെ മേലെ എന്ത് ഓതിയാലും കറാഹത്താണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് ശരിയല്ല. സൂറത്തു താരിഖൊക്കെ ഖിസാറിലാണ് നമ്മുടെ ഇമാമിയങ്ങൾ ഉൾപ്പെടുത്തിയത്. അങ്ങനെയാണ് പ്രബലം. ഇനി വലിയ സൂറത്തിന്റെ ഒരു ഭാഗം ഒരാൾ ഓതി, അത് ഈ തൂല് വന്നിട്ടില്ലെങ്കിൽ പൂർത്തിയായില്ല എന്നുള്ള ഫളീലത്തെ നഷ്ടപ്പെടുള്ളൂ. അതുകൊണ്ട് കറാഹത്ത് വരൂല്ല. വലിയ വലിയ ആലിമീങ്ങളൊക്കെ ചെയ്തു വന്ന കാര്യം അവരെല്ലാം കൂടി ആക്ഷേപിക്കുന്ന സ്വരത്തിൽ നമ്മൾ ഈ മുറിമൂലയന്മാര് ഇബാറത്ത് വെച്ചിട്ട് ഫസാദ് ഉണ്ടാക്കരുത്, ഫിത്തന ഉണ്ടാക്കരുത്. കറാഹത്ത് വരുന്ന കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്ന ആളാണ് കണ്ണിയത്ത് ഉസ്താദ് നബറല്ലാഹു മർക്കദ. അവരുടെ ശിഷ്യന്മാർ ഇമാമത്ത് നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിന്റെ മീതുള്ള സൂറത്തുകളൊക്കെ ഓതലുണ്ട്. ഈ ഇതുപോലത്തെ മത്തറുക്കായ പള്ളിയിൽ കണ്ണിയത്ത് ഉസ്താദ് അതിനെ എതിർത്തിട്ടില്ല, ശിഷ്യന്മാർ പറയണു. അതുപോലെ മൗലാന കേസി ഉസ്താദ് നബറല്ലാഹു മർക്കദ, ജമാലുദ്ദീൻ മൗലിയർ, ഇതുപോലത്തെ പല ആലിമീങ്ങളും ഈ കാര്യം അനുകൂലിച്ചിരുന്നതും ചെയ്തിരുന്നതുമാണ്. പിന്നെ ഓരോ അമലും ആ ചെയ്യുന്നവർ അവർ ഏതടിസ്ഥാനത്തിൽ ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ നോക്കണം. അടച്ചാക്ഷേപിക്കരുത്. ഇവിടെ പറയുന്നത് മത്റൂഖായ പള്ളിയിലുള്ള ഇമാമിനെ കുറിച്ചല്ല. അത്തരം ഇമാമുകൾക്ക്, മമൂമുകൾക്ക്, ഒറ്റയ്ക്ക് സ്കരിക്കുന്നവർക്ക് ഒക്കെ എത്രയും ഓതാ. വ അസ്റിൻ വ ഇശാഇൻ, അസ്ർ ഇശ നിസ്കാരങ്ങൾക്ക് സുന്നത്താണ്. ഔസാത്തുഹു, ആ ഔസാത്തുൽ മുഫസ്സൽ സുന്നത്താണ്. വ മഗ്രിബിൻ, മഗ്രിബിൽ ഖിസാറുമാണ് സുന്നത്ത്. ഇത്രയും വലുതൊക്കെ ഓതാം എന്ന് പറയുന്നത് ഇൻ റളിയ, തൃപ്തിപ്പെട്ടാൽ ബിതിവാലിഹി വ ഔസാത്തിഹി, ഈ മുഫസ്സലുള്ള നീണ്ട സൂറത്തുകളെ കൊണ്ടും മധ്യ അവസ്ഥയിലുള്ള സൂറത്തുകളെ കൊണ്ടും മഅ്മൂമീങ്ങൾ തൃപ്തിപ്പെട്ടാൽ, മഹ്സൂറൂന ക്ലിപ്തമാക്കപ്പെട്ട മഅ്മൂമികൾ ഇത്ര ആളാണ് ആരൊക്കെ എന്നുള്ളത് നമുക്ക് അറിയണം. ഇനി പലരും വന്നു ചേരും, ആരൊക്കെ ഇനി വരിക, നിസ്കാരത്തിന്റെ അടിയിൽ വരിക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥലം അല്ല. ഇല്ല, ഈ പറഞ്ഞ രൂപത്തിലല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കലുള്ള മഅ്മൂമികൾക്ക് താല്പര്യം ഇഷ്ടമില്ല, അല്ലെങ്കിൽ വേറെയും മഅ്മൂമുകൾ ഇനിയും ഇടയിൽ വെച്ചൊക്കെ വന്നു ചേരുന്ന സ്ഥലത്ത് നടത്തുന്ന ജമാഅത്താണ്, പള്ളിയാണ്. ഇങ്ങനെയാണെങ്കിൽ ഖഫഫ, ലഘൂകരിക്കുകയാണ് വേണ്ടത്. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരം കുറച്ച് നീണ്ട ഒരു ആക്ഷേപം, ഖിറാഅത്ത് നീണ്ട ആക്ഷേപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുപദേശിച്ചത് ഹദീസിലുണ്ട്. അവിടെ വസ്സമായി വത്താരിഖൊക്കെ ഓതാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വലിയ സൂറത്ത് നീട്ടി ഓതരുത്, കൂടുതൽ ദീർഘിച്ചത് ഓതരുത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആയിരിക്കും ഫുഖഹാക്കൾ ഈ വസ്സമായി വത്താരിഖ് സൂറത്തിനൊക്കെ ഖിസാറിൽ ഉൾപ്പെടുത്തിയത്. വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതി കാണുന്നതെല്ലാം കൂടി ഫത്വ കൊടുക്കാനുള്ളതല്ല. വലിയ സൂറത്തുകൾ നമ്മൾ നീട്ടി ഓതി മഅ്മൂമിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. അത് നിസ്കാരത്തിന് ശേഷമുള്ള ദുആയാണെങ്കിലും അതൊക്കെ ചുരുക്കാണ് വേണ്ടത്. അതുപോലെ ആളുകളെ ഇരുത്തി നിസ്കാരത്തെ, ജുമാ നിസ്കാരത്തെക്കാൾ കൂടുതൽ നീളുന്ന ഖുതുബ, അതൊന്നും ശരിയല്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഈ പറഞ്ഞ ഒന്നും ഇല്ലാതിരിക്കൽ വളരെ മോശമാണ്. അതൊക്കെ നമ്മളെ ഹക്കിൽ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്താൻ നോക്കേണ്ടതല്ല. വലി സുബ്ഹിൽ ജുമാഅത്തി, വെള്ളിയാഴ്ച സുബ്ഹിക്ക് സുന്നത്താണ് അലിഫ്ലാമീം തൻസീൽ, അലിഫ്ലാമീം സജദ ഓതല്. അതുപോലെ രണ്ടാം റക്അത്തിൽ ഹൽ അതാ അൽ ഇൻസാനി അതും ഓതുക. വലി സുന്നത്തിൽ മഗ്രിബി, മഗ്രിബിന്റെ സുന്നത്തിലും വലി സുന്നത്തി സുബ്ഹി, സുബ്ഹിന്റെ സുന്നത്തിലും റക്അത്തൈ തവാഫി, തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരങ്ങളിലും അതുപോലെ ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും ഓതുക. ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തേൽ ഖുൽ ഹുവല്ലാഹ്. അങ്ങനെ വാരിദായ സൂറത്തുകൾ ഓതുന്നിടത്ത് എത്ര നീണ്ടാലും പ്രശ്നമുള്ളതല്ല. അത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ വേഗം നിസ്കാരം നിർത്തി അവർ ചുരുക്കി നിർവഹിച്ച് ഒറ്റയ്ക്ക് പൂർത്തിയാക്കി അവർ പൊയ്ക്കോട്ടെ.
കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതായി വാരിതായതാണ്. അപ്പൊ അത്തരം ഘട്ടത്തിലൊക്കെ എന്തെങ്കിലും അത്യാവശ്യമുള്ള ആളുകൾ ഓല് ചുരുക്കി നിർവഹിച്ച് ഒറ്റയ്ക്ക് പൂർത്തിയാക്കി നിസ്കരിച്ചൊക്കെ അവർ പോകും. അതൊക്കെ അവരുടെ സന്ദർഭ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അതിനെ വിലയിരുത്തണം. അവരെയും നമ്മൾ ആക്ഷേപിക്കാൻ കുറ്റപ്പെടുത്താൻ പാടില്ല. വയുന്തബു സുന്നത്താക്കപ്പെടും തെർത്തീലു തെർത്തീലായി ഓത ഒരത്തിൽ ഖുർആന തെർത്തീല എന്ന് പറഞ്ഞില്ലേ, ഖുർആന്റെ അക്ഷരങ്ങളും അർഫുകളും കലിമാത്തുകളൊക്കെ വളരെ നന്നാക്കി ഓത. വതദബ്ബുറു അർത്ഥം ചിന്തിച്ച് ഖുർആൻ ഓതലും. തുക്രഹു സൂറത്തു സൂറത്തോതൽ കറാഹത്താണ് ലി മഅ്മൂമിൻ മഅ്മൂമിന് യസ്മഉ ആ മഅ്മൂം കേൾക്കുന്നു ഖിറാഅത്തൽ ഇമാമി ഇമാമിന്റെ ഓത്ത് അത് കേട്ടാൽ മതി, സൂറത്തോതേണ്ട ആവശ്യമില്ല, കറാഹത്ത. ഫഇൻ കാനത്ത് ഇനി ആ നിസ്കാരം സിരിയത്തൻ മെല്ലെ ഓതേണ്ട നിസ്കാരാണ്, ഔ ജഹരിയത്തൻ അല്ലെങ്കിൽ ഉറക്കെ ഓതേണ്ടതാണെങ്കിലും വലം യസ്മ ആ മഅ്മൂം കേൾക്കുന്നില്ല. എന്തേ കേൾക്കാത്തത്? ലി ബുഅദിൻ ഒന്നിരിക്കെ ഇമാമിൽ നിന്ന് ഒരുപാട് അകലെയാണ്, ഔ സ്വമമിൻ അല്ലെങ്കിൽ ചെവി കേൾക്കില്ല, കേൾവി ശക്തി ഇല്ലാത്ത ആളാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നുദീബത്ത് ഈ സൂറത്ത് ഓതൽ സുന്നത്താക്കപ്പെടും. ലഹു ആ മഅ്മൂമിനും അയ്ളൻ വീണ്ടും ഇമാമിനും മുൻഫരിദിനൊക്കെ ഉള്ളതുപോലെ. ഇനി വക്കത ഇപ്രകാരം തന്നെ സൂറത്ത് ഓതലാണ് സുന്നത്ത്, കേൾക്കലല്ല. ലൗകാന യസ്മൗ അവൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഖിറാഅത്തുൽ ഇമാം ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്നുണ്ട്, ആ ശബ്ദങ്ങൾ കേൾക്കുന്നേ ഉള്ളൂ. വലം യഫ്ഹം അത് അക്ഷരങ്ങളൊന്നും അവന് മനസ്സിലാകുന്നില്ല എങ്കിൽ ആ കേൾക്കുന്ന ശബ്ദം കേട്ടിരിക്കുകയാണോ വേണ്ടത്, വേറെ സൂറത്ത് ഓതാണോ വേണ്ടത്? സൂറത്ത് ഓതാമെന്നാണ് അനൽ അസഹി പ്രബലനുസരിച്ച്. സൂറത്ത് ഓതുമ്പോ ഒന്നാമത്തെ റക്അത്തിനേക്കാൾ കുറച്ചും കൂടി ചുരുങ്ങിയതായിരിക്കണം രണ്ടാമത്തെ റക്അത്തിൽ. അഥവാ യുതവ്വിലുൽ ഊല ഒന്നാം റക്അത്തിനെ നീട്ടണം, അലസാനിയത്തി രണ്ടാമത്തേതിനേക്കാൾ, രണ്ടാമത്തേത് കുറച്ച് ചുരുങ്ങും ചെയ്യാം. വലൗഫാത്തൽ മസ്ബൂഖ മസ്ബൂഖിന് നഷ്ടപ്പെട്ടു റക്അത്താനി രണ്ട് റക്അത്ത്, അങ്ങനെ ഫതദാറകഹുമ ആ രണ്ട് റക്അത്തിനെ അവൻ വീണ്ടെടുക്കുകയാണ് ബാദസലാമി ഇമാമു സലാം വീട്ടിയതിന് ശേഷം. എങ്കിൽ നുദിബത്തി സൂറത്തു സൂറത്ത് ഓതൽ സുന്നത്തുണ്ട് ഫീഹിമ ആ വീണ്ടെടുക്കുന്ന രണ്ട് റക്അത്തിൽ സിർറൻ മെല്ലെ ഓതണം. കാര്യത്തിൽ അത് അവന്റെ മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തുകളാണ്. ഒന്നും രണ്ടും റക്അത്ത് ഇമാമിന്റെ കൂടെ ഇമാമിന്റെ മൂന്നും നാലും റക്അത്തിലും ഒപ്പം നിസ്കരിച്ചല്ലോ, ആയിക്കോട്ടെ. ഈ അവസാനത്തെ രണ്ട് റക്അത്ത് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ അവിടെ സൂറത്ത് ഓതൽ അവന് സുന്നത്തുണ്ട്. അവന്റെ ആദ്യത്തെ രണ്ട് റക്അത്ത് ഇമാമിന്റെ മൂന്നും നാലും റക്അത്ത് ആയതുകൊണ്ട് ഇമാമു അവിടെ സൂറത്ത് ഓതിയിട്ടില്ല. ഇവൻ ഉണ്ടാകുമ്പോ ഇമാമ് സൂറത്ത് ഓതിയ ആ രണ്ട് റക്അത്ത് ഇമാമിന്റെ ആദ്യത്തെ രണ്ട് റക്അത്തായിരുന്നു. അപ്പോൾ ഈ മഅ്മൂം നിസ്കരിക്കാൻ എത്തിയിട്ടും ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണല്ലോ ഇപ്പൊ അത്. വയജ്ഹറുൽ ഇമാമു ഇമാമു ഉറക്കയാക്കണം, വൽ മുൻഫരിദു ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും, ഫി സുബ്ഹി വൽ ജുമുഅത്തി വൽ ഈദൈനി വൽ ഇസ്തിസ്ഖാഇ വ ഖുസൂഫിൽ ഖമരി, അതുപോലെ വത്തറാവീഹി ഈ നിസ്കാരങ്ങളിലൊക്കെ. ഏതൊക്കെ? സുബ്ഹി, ജുമുഅ, രണ്ട് പെരുന്നാള്, മഴയത്തെ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, തറാവീഹ് നിസ്കാരം. ഗ്രഹണം ചന്ദ്രഗ്രഹണം അതാണല്ലോ ഇപ്പൊ രാത്രി ഉണ്ടാകുക, അവിടെ ജഹറാക്കേണ്ടതുള്ളൂ. സൂര്യഗ്രഹണം പകല ഉണ്ടാവുക, അവിടെ ജഹറാക്കരുത്. അതുപോലെ വൽ ഊലയൈനി മിനൽ മഗ്രിബി വൽ ഇശായി മഗ്രിബ് ഇശാ നിസ്കാരങ്ങളിലെ ആദ്യത്തെ രണ്ട് റക്അത്തിലും. വ യുസിറു പതുക്കെയാക്കണം, മെല്ലെയാക്കണം, ഫിൽ ബാക്കി ബാക്കിയുള്ളിടത്തൊക്കെ ഖിറാഅത്തിനെ. ഖിറാഅത്ത് ജഹറാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പോക്ക് വരവിലുള്ള ഇന്തിഖാലാത്തിന്റെ തക്ബീറത്ത് ജഹറാക്കുന്നതിനെ കുറിച്ചല്ല. ഫഇൻ ഖള ഇനി ഒരാൾ ഖളാ വീട്ടുകയാണെങ്കിൽ ഫായിത്തത്തൽ ലൈലി വന്നഹാരി രാത്രിയിൽ നഷ്ടപ്പെട്ട നിസ്കാരം അല്ലെങ്കിൽ പകലിൽ നഷ്ടപ്പെട്ട നിസ്കാരം നിസ്കരിക്കുന്നത് ഖളാ വീട്ടുന്നത് ലൈലൻ രാത്രിയിലാണെങ്കിൽ ജഹറാക്കാം. അപ്പൊ നിസ്കരിക്കുന്ന ആ സമയമാണ് നോക്കേണ്ടത്. ഔ ഫായിത്തത്തൻ നഹാരി വല്ലൈലി അല്ലെങ്കിൽ പകലിലോ രാത്രിയിലോ ഫൗത്തായ നിസ്കാരത്തെ അവൻ ഖളാ വീട്ടുന്നത് നഹാറൻ പകലിലാണെങ്കിൽ അസറ സിറാക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇന്നലത്തെ ഇശ ഇന്ന് ഖളാ വീട്ടുന്ന ഒരവസ്ഥ വന്നാൽ പകലാണ് ഖളാ വീട്ടുന്നതെങ്കിൽ ജഹ്റാക്കണ്ട, സിറാക്കിയാൽ മതി. അതേസമയം ദുഹൂർ രാത്രി ഖളാ വീട്ടുകയാണെങ്കിൽ ജഹ്റാക്കാം. ഇല്ല സുബ്ഹ സുബ്ഹി ഒഴിച്ച്
പകലിൽ നിസ്കരിക്കുമ്പോൾ സിറാക്കണം എന്നാണല്ലോ പറഞ്ഞത്. ആ ഒരു നിയമത്തിൽ നിന്ന് സുബ്ഹിയെ മാറ്റി നിർത്തുന്നു. അതായത് സുബ്ഹി രാത്രിയാണ് ഖളാ വീട്ടുന്നതെങ്കിൽ ജഹ്റാക്കണം. ഒരു ദിവസത്തെ സുബ്ഹി മറ്റൊരു ദിവസത്തെ സുബ്ഹിന്റെ സമയത്താണ് ഖളാ വീട്ടുന്നതെങ്കിൽ അപ്പോഴും ജഹ്റാക്കാം. സുബ്ഹി ഒരു നിലക്ക് നഹാരിയാണല്ലോ. അപ്പൊ സുബ്ഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുക, രണ്ടാമത്തെ റക്അത്തില് സൂര്യൻ ഉദിച്ചു, എന്നാ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ജഹർ ആക്കരുത് എന്നാണ് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഫഇന്നഹു യജ്ഹറു ബിഖളാഇഹ, അത് ഖളാ വീട്ടുമ്പോഴും ജഹറാക്കാം. മുത്തലഖൻ എന്ന് പറഞ്ഞാൽ രാത്രി ഖളാ വീട്ടട്ടെ, അല്ലെങ്കിൽ ഒരു സുബ്ഹിന്റെ സമയത്ത് ഖളാ വീട്ടട്ടെ. വമൻ ലാ യഹ്സിനുൽ ഫാത്തിഹത, ഫാത്തിഹ അറിയാത്ത ഒരാള് ലസിമുഹു തഅല്ലുമുഹ, അത് പഠിക്കൽ അവന് നിർബന്ധമാണ്. വ ഇല്ല, അങ്ങനെ അവൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഫഖിറാഅത്തുഹ, അവൻ ഓതാ മിൻ മുസ്ഹഫിൻ, മുസ്ഹഫ് നോക്കി ഓതാ. ഫൈൻ അജസ, അവൻ അശക്തനായാൽ ലി അദമി ദാലിക, അങ്ങനെ ഒരു മുസ്ഹഫ് അവിടെ ഇല്ല, കിട്ടാനില്ല. ഔ ലം യജിദ് മുഅല്ലിമൻ, അല്ലെങ്കിൽ പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ഒരു അധ്യാപകനെ കിട്ടിയില്ല. ഔ ലാഖൽ വഖത്തു, അധ്യാപകനുണ്ട് പക്ഷെ സമയം കുടിച്ചായി, സമയമില്ല, ഖളാ ആകും, നിസ്കാരം ഖളാ ആവാനായി എങ്കിൽ ഹറുമത്ത്, ഹറാമാണ് ആ ഫാത്തിഹ ഓതല്. ബിൽ അജമിയത്തി, അജമിയായ ഭാഷയിൽ. അജമിയത്ത് എന്ന് പറയുമ്പോൾ അജമി ഭാഷ, ലിപി അല്ല. മറ്റു ഭാഷയിൽ പരിഭാഷപ്പെടുത്തി പറഞ്ഞാൽ പറ്റില്ല, അത് അറിയുമെങ്കിൽ. ചിലപ്പോൾ ഫാത്തിഹന്റെ പരിഭാഷ മറ്റു ഭാഷയിൽ എഴുതിയതൊക്കെ അവന് നോക്കി വായിക്കാനൊക്കെ കഴിയും, അങ്ങനെ അറിയാൻ സാധ്യത ഉണ്ടല്ലോ, പക്ഷേ പറ്റൂല. അപ്പൊ ഇനി നോക്കാനുള്ളത് ഫൈൻ അഹ്സന ഖൈറഹ, ഫാത്തിഹ അല്ലാത്ത വല്ല സൂറത്തും അവൻ അറിയുമെങ്കിൽ ലസിമഹു, അവന് നിർബന്ധമാണ് സബു ആയാത്തിൻ, 7 ആയത്ത് ഓതുക. ലാ യൻഖുസു ഹുറൂഫുഹ, ആ ഓതുന്നതിലുള്ള 7 ആയത്തിലെ ഹർഫുകൾ ചുരുങ്ങരുത്. അൻ ഹുറൂഫിൽ ഫാത്തിഹത്തി, ഫാത്തിഹയുടെ ഹർഫുകളേക്കാൾ ചുരുങ്ങരുത്. അപ്പൊ ഫാത്തിഹയുള്ള ഹർഫുകളേക്കാൾ കൂടുതലുള്ള ഒരു 7 ആയത്ത് ഓതുക. ഇനി ഫൈലം യഹ്സിൻ ഖുർആൻ, അവന് ഖുർആൻ ഒന്നും അറിയില്ല, ഫാത്തിഹ എന്നല്ല ഒരു സൂറത്തും അറിയില്ല എങ്കിൽ ലസിമഹു, അവന് നിർബന്ധമാണ് സബഅത്തു അദ്കാരിൻ, 7 ദിക്റുകൾ ഏതെങ്കിലും ചെല്ലുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബറോ ഏതെങ്കിലും ദിക്ർ. അതും ബി അദദി ഹുറൂഫിഹ, ഫാത്തിഹന്റെ ഹർഫുകളുടെ എണ്ണം ആ ദിക്റുകളിൽ തികയണം. അതിനനുസരിച്ച് ഫഇൻ അഹ്സന, ഒരാൾക്ക് അറിയാം ബഅദൽ ഫാത്തിഹത്തി, ഫാത്തിഹിന്ന് കുറച്ചറിയാം എങ്കിൽ ഫഖറഅഹു, ആ അറിയുന്ന അത്രയും ഭാഗം അവൻ ഓതണം. വ അതാ ബദലഹു, ബാക്കിയുള്ളതിന് പകരം മിൻ ഖുർആനി, മറ്റു ഖുർആനാണെങ്കിൽ അത്, അല്ല ദിക്റാണെങ്കിൽ ഔ ദിക്റിൻ, ദിക്റിനെ അവൻ വേറെ കൊണ്ടുവരികയും വേണം. അപ്പോൾ ഒരാൾക്ക് ഖുർആൻ ഫാത്തിഹന്റെ ആദ്യ ഭാഗങ്ങൾ അറിയാമെങ്കിൽ ഫൈൻ ഹഫിളൽ അവ്വല, അപ്പോൾ അവൻ ഖറഅഹു, ആ ആദ്യ ഭാഗത്തെ ഓതണം. സുമ്മ അത, പിന്നെ അവൻ കൊണ്ടുവരണം ബിൽ ബദലി, പകരം ഉള്ളതിനെ കൊണ്ടുവരണം. കാരണം അവസാനാണല്ലോ അറിയാത്തത്. മാലിക് യൗമിദ്ദീൻ വരെ അറിയുമെങ്കിൽ അതുവരെ ഓതിയിട്ട് ബാക്കിയുള്ളതിന് പകരം ദിക്റുകളോ അല്ലെങ്കിൽ മറ്റു സൂറത്തുകളിലെ ആയത്തുകൾ അറിയുന്നുണ്ടെങ്കിൽ അത് ഓതണം. അവിൽ ആഖിറ, അല്ലെങ്കിൽ അവസാന ഭാഗങ്ങൾ അവൻ അറിയാം, ആദ്യ ഭാഗം അറിയില്ല എങ്കിൽ അത്ത അവൻ കൊണ്ടുവരണം. ആ ആദ്യ ഭാഗത്തിന് പകരമുള്ള ബിൽ ബദലി, ആ പകരമുള്ളതിനെ കൊണ്ടുവരണം. എന്നിട്ട് അറിയുന്ന ഭാഗം സുമ്മ ഖറഅഹു, ബാക്കിയുള്ള ഭാഗം അവൻ ഓതുകയും വേണം. ഇനി ഫഇല്ലം യഹ്സിൻ, ഒരാൾക്ക് അറിയില്ല ഷൈഅൻ, ഒന്നും അറിയില്ല എങ്കിൽ വഖഫ, അവിടെ നിൽക്കന്നെ. ബി ഖദറിൽ ഫാത്തിഹത്തി, ഫാത്തിഹന്റെ ഖദറുണ്ട്, ഓതാൻ വേണ്ട ഖദറുണ്ട്, അവൻ അവിടെ നിൽക്കുക. ഇങ്ങനെ ഒരാള് ഇങ്ങനെ ചെയ്യേണ്ടി വന്നാൽ വല ഈ ആദത്ത അലൈഹി, ഇത് മടക്കി നിസ്കരിക്കേണ്ട നിർബന്ധം അവനില്ല. ഈ പറയപ്പെട്ട വിധം ഓതാൻ സാധിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളും ഖബൂൽ ചെയ്യട്ടെ.